നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളിൽ വായ്പ എടുക്കാനെങ്കിലും നിവർത്തിയുള്ളവർ ആ കാശും കൊണ്ട് ഹയർ സ്റ്റഡീസിന്റെ നാട് വിട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണെങ്കിൽ മൂത്ത് നിറച്ച വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ അക്രമവും അഭ്യാസങ്ങളും കൊണ്ട് കോളേജൊക്കെ അടിപൊളിയാണ്. പിന്നെയുള്ളത് പഠിക്കാൻ കുറച്ച് താല്പര്യവും മികവും ഒക്കെ പുലർത്തുന്ന ന്യൂനപക്ഷ ദളിത് വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ അവർക്ക് ആകെയുള്ള സ്കോളർഷിപ്പിലും കൈവച്ചിരിക്കുകയാണ് സർക്കാർ. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, സിവിൽ സർവീസ് ഫീ റീഇംബേഴ്സ്മെന്റ്, വിദേശ സ്കോളർഷിപ്പ്, IIT IIM സ്കോളർഷിപ്പ്, CA ICWA CS സ്കോളർഷിപ്പ്, UGC നെറ്റ് കോച്ചിങ്, ITC ഫീസ് റീഇംബേഴ്സ്മെന്റ്, മദർ തെരേസ സ്കോളർഷിപ്പ്, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകളെയൊക്കെ ആശ്രയിച്ചിരുന്നവരുടെ കാര്യം ഏകദേശം തീരുമാനമായി. സ്കോളർഷിപ്പിൽ 50%, ദളിത് പദ്ധതികളിൽ 60% വെട്ടിനിർത്തിയിരിക്കുന്നത്. കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണത്രേ. ഇപ്പറഞ്ഞ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിട്ടുള്ളത് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനാണ്. 5,24,00,000 രൂപ. അതിപ്പോൾ വെട്ടിക്കുറച്ച് 2,62,00,000 രൂപയാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ഉപയോഗമാണ് ഉണ്ടായതെന്ന് ആർക്കും അറിയാത്ത ഹെലികോപ്റ്ററിന്റെ 9 മാസത്തെ വാടകയായിട്ട് 7,20,00,000 രൂപ ഒരു ഉളുപ്പില്ലാതെ കൊടുത്തു. ഇനിയും കൊടുക്കും. അപ്പൊ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഒരു വിഷയമല്ല. സാമ്പത്തിക സ്ഥിതി ഇത്ര ശോചനയാണെങ്കിൽ നിങ്ങളുടെ ദൂർത്തും വിദ്യാഭ്യാസ കോൺക്ലേവുകളും സമ്മേളനങ്ങളും വാഹന വ്യൂഹങ്ങളും പൊങ്ങച്ച സദസ്സുകളൊക്കെ നിയന്ത്രിക്കൂ. ജനപ്രതിനിധികളുടെ അലവൻസുകളിൽ ചിലതെങ്കിലും കുറയ്ക്കാവുന്നല്ലേ ഉള്ളൂ. പണം വിഴുങ്ങുന്ന അനാവശ്യ നിയമനങ്ങൾ കണ്ടെത്താൻ ഒരു കമ്മീഷൻ വയ്ക്കൂ. പാർട്ടിക്കാർ പ്രതികളാകുന്ന കേസുകളിൽ രക്ഷിക്കാനും പ്രതിപക്ഷ നേതാക്കൾ പ്രതികളാകുന്നിടത്ത് ശിക്ഷിക്കാനും ഒക്കെ കോടികൾ ചെലവാക്കുന്നത് നിർത്തോ. അല്ലാതെ വിദ്യാഭ്യാസ ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഉള്ള സ്കോളർഷിപ്പുകൾ കൂടി ഇല്ലാതാക്കിയല്ല വേണ്ടത്.